ഞണ്ട് കറി വെച്ചാലോ? ഹലോ ഗൈസ്, അപ്പം നമ്മളിന്ന് ഞണ്ട് കറി വെക്കുകയാണ്. എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല. പപ്പയാണ് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഈ ഞണ്ടിൻ്റെ കാലും കയ്യൊക്കെ എന്തോ വീർത്തിരിക്കുക എന്തോ ആണ്. എന്നിട്ട് കുറേ ഉണ്ടായിരുന്നുണ്ട്, ഒരു 5-6 ഞണ്ടുകളുണ്ടായിരുന്നു. അതിൽ 2-3 എണ്ണമായിരുന്നു ഏറ്റവും വലുത്. ഞാൻ കളയാൻ നിന്നു, പക്ഷെ എനിക്കിതിൻ്റെ മണവും അതൊന്നും എനിക്ക് ഒട്ടും പറ്റാത്ത. കഴിക്കാൻ കുഴപ്പമില്ല, പക്ഷെ മണം എനിക്കത്ര പറ്റാത്ത. പപ്പയായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്യണ്ടായിരുന്നു. മീൻ വാങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട് പോയ ആളാണ്. പക്ഷെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഞണ്ടുകറി വെച്ചാൽ എനിക്ക് ഇഷ്ടമാണ്. ചെമ്മീനും അതൊന്നും അധികം ഇഷ്ടമില്ലാത്ത ആളാണ്. അപ്പം അതുകൊണ്ടാണ് പപ്പ ചോദിച്ചത്. ഞാൻ പണ്ട് എപ്പോഴും ഖത്തറുള്ള സമയത്താണ് കഴിച്ചത്. ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പൂച്ചൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം കഴുകി അത് പൊളിച്ച് ക്ലീനാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കല്ലുപ്പ് ഇട്ടു. അതിൻ്റെ കൂടെ അത് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മിക്സ് ആക്കുകയാണ്. അങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടത്. ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചൊക്കെ ചതച്ചിട്ട് നമ്മൾ ചട്ടി വെച്ചു. ചട്ടി ചൂടാക്കി ഇതിലേക്ക് എല്ലാ സാധനം ഇട്ടുണ്ട്. എന്താ സബോള, വെളുത്തുള്ളി, ഇഞ്ചിയും പിന്നെ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. ഞാൻ കൂടുതൽ വിവരിച്ചാൽ ഭയങ്കര ഇതാവും. എനിക്കാണെങ്കിൽ അധികം ഒന്നും അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ നല്ല അരിഞ്ഞിട്ടുള്ള തക്കാളി ഇട്ട് വെള്ളമാണ് ഒഴിക്കണേ. പുളി നന്നായിട്ട് വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ച് നല്ലപോലെ മിക്സ് ആക്കുക. സാധാരണ ഇങ്ങനെ എല്ലാം തോന്നുന്നു ഞണ്ട് കറി ഉണ്ടാക്കുക. ഇതിൻ്റെ പപ്പയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. പരമാവധി നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടാണ്. അങ്ങനെ വെക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഞണ്ട് നല്ല കഴുകി വെച്ച ഞണ്ട് അതിലേക്ക് ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം, നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം ഒഴിക്കണം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 10 to 15 മിനിറ്റ്സ്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പിട്ടതായി നോക്കണ്ട. അങ്ങനെ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ബൈ.